എഡ്യൂടിപ്സ് പീസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് +2 ലെവൽ, ഡിഗ്രി ലെവൽ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മധ്യകാല ഇന്ത്യയുടെ ക്ലാസ് ആണ്. മധ്യകാല ഇന്ത്യയിൽ ഓൾറെഡി നമ്മുടെ അടിമ വംശം പൂർത്തീകരിച്ചു. ഇന്ന് നമ്മൾ പോകുന്ന തൊട്ടടുത്തുള്ള രാജവംശമായിട്ടുള്ള ഖിൽജി വംശത്തെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 1290 മുതൽ 1320 വരെ ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചിരുന്നത് ഖിൽജി രാജവംശമായിരുന്നു. അടിമവംശം നമ്മൾ അവസാനിപ്പിച്ച സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, അടിമവംശത്തിലെ അവസാനത്തെ സുൽത്താനായിരുന്ന കൈക്കോബാദിനെ വധിച്ചത് ജലാലുദ്ദീൻ ഖിൽജിയാന്ന് പറഞ്ഞു. അപ്പൊ ജലാലുദ്ദീൻ ഖിൽജി ഒരു വൃദ്ധനായിട്ടുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം അത്ര ശക്തനോ ഒന്നും ആയിരുന്നില്ല. പൊതുവെ ദുർബലനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ജലാലുദ്ദീൻ ഖിൽജി. ഓക്കെ, ജലാലുദ്ദീൻ ഖിൽജി ഭരണത്തിൽ വരുന്ന സമയത്ത്, അടിമവംശം മാറ്റി അവിടെ ഖിൽജി വംശം വരുന്ന സമയത്ത് ടർക്കിഷ് ആധിപത്യം കുറഞ്ഞിരുന്നു. ഇനി ജലാലുദ്ദീൻ ഖിൽജിയുടെ മരുമകനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവുമായിരുന്ന അലാവുദ്ദീൻ ഖിൽജി ഭയങ്കരമായിട്ട് അധികാര തൃഷ്ണയുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം ഡൽഹിയിൽ വെച്ച് ജലാലുദ്ദീൻ ഖിൽജിയെ കൊന്നതിന് ശേഷം അധികാരത്തിൽ വരുന്നു. അപ്പൊ ഖിൽജി വംശത്തിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വം എന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, ഖിൽജി വംശ സ്ഥാപകൻ ചോദിക്കാം. അത് ജലാലുദ്ദീൻ ഖിൽജിയാണ്. ഓക്കെ, ഇനി ഖിൽജി വംശത്തിലെ ശക്തനായ ഭരണാധികാരി ചോദിക്കുമ്പോൾ ആരായി? അത് അലാവുദ്ദീൻ ഖിൽജി. ഒരു കാര്യം പറഞ്ഞോട്ടെ, കൈക്കോബാദിനെ പരാജയപ്പെടുത്തുന്ന സമയത്ത് ജലാലുദ്ദീൻ ഖിൽജി അറിയപ്പെട്ടിരുന്ന പേരിങ്ങനെയാണ്, മാലിക് ഫിറോസ് എന്നായിരുന്നു കേട്ടോ. അപ്പൊ കൈക്കോബാദിനെ പരാജയപ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചിട്ട് ഒരുപക്ഷെ ഓപ്ഷനകത്ത് തന്നിരിക്കുന്ന മാലിക് ഫിറോസ് ആയിരിക്കും. ഈ മാലിക് ഫിറോസ് സായാണ് കേട്ടോ. ഈ മാലിക് ഫിറോസ് ആണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ജലാലുദ്ദീൻ ഖിൽജി എന്നുള്ള പേര് അസ്യൂം ചെയ്യുന്നതും ഖിൽജി ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നതും. ക്ലിയർ അല്ലേ? അപ്പൊ ഖിൽജി ഡൈനാസ്റ്റി സ്ഥാപിക്കപ്പെടുമ്പോൾ അദ്ദേഹം ഇട്ട പേരാണ് ജലാലുദ്ദീൻ ഖിൽജി. ഇനി നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തെ വധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അനന്തരവനും മകളുടെ ഭർത്താവുമായിട്ടുള്ള അലാവുദ്ദീൻ ഖിൽജി അധികാരത്തിൽ വന്നു. നിങ്ങൾ അലാവുദ്ദീൻ ഖിൽജിയുടെ പീരിയഡ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അലാവുദ്ദീൻ ഖിൽജി 1296 മുതൽ 1316 വരെയാണ് ഡൽഹി സുൽത്താനേറ്റ് ഭരിക്കുന്നത്. ഇത് ഞാൻ അടിമവംശം പഠിപ്പിച്ചപ്പോഴും പറഞ്ഞായിരുന്നു, കുത്തബുദ്ദീൻ ഐബക്കിന്റെ പറഞ്ഞു, അങ്ങനെ അത് പഠിക്കണം എന്നുള്ള പറഞ്ഞായിരുന്നു. ആ ഒരു പീരീഡ് 4 വർഷം. അപ്പൊ ഇവിടെയും ഇതുപോലെ തന്നെ ജലാലുദ്ദീൻ ഖിൽജി 1290 മുതൽ 1296 6 വർഷങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് 1296 മുതൽ 1316 വരെ ഡൽഹി സിംഹാസനം ഭരിച്ചിരുന്നത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു. ഓക്കെ, ഇനി 1297 അദ്ദേഹം ഗുജറാത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കീഴടക്കുകയും പിന്നീട് അങ്ങോട്ട് മേവാട്, മാൾവ, ചന്ദേരി, ഉജ്ജയിനി അതിങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം ആരുടെ അധീനതയിലായി? രജപുത്രയുടെ കയ്യിലിരുന്ന രഥംഭോർ ദുർഗ, ഇതെല്ലാം ക്രമേണ അലാവുദ്ദീൻ ഖിൽജിയുടെ കയ്യിലാവുകയും ചെയ്തു. അപ്പം അലാവുദ്ദീൻ ഖിൽജിയുടെ സാമ്രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ദക്ഷിണേന്ത്യ വിട്ട്, അതായത് ഉത്തരേന്ത്യയുടെ ഏതാനും കുറച്ച് ഭാഗങ്ങളും ഒഴികെ, ദക്ഷിണേന്ത്യയും ഒഴികെ ബാക്കിയുള്ള ഒരു ഭാഗങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു വലിയ സാമ്രാജ്യമായിരുന്നു ആരുടേത്? അലാവുദ്ദീൻ ഖിൽജിയുടേത്. സാമ്രാജ്യം വിസ്തൃതമാക്കിയ അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്തു? അദ്ദേഹം ദക്ഷിണേന്ത്യയും കൂടി പിടിച്ചെടുക്കുന്നതിന് ശ്രമിച്ചു. ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കുന്നതിന് അലാവുദ്ദീൻ ഖിൽജി തന്റെ വിശ്വസ്ത സേനാനായകനായിട്ടുള്ള മാലിക് കഫൂർ, ഈ പേരൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അലാവുദ്ദീൻ ഖിൽജിയുടെ വിശ്വസ്ത സേനാനായകനായിരുന്നു മാലിക് കഫൂർ. ഈ മാലിക് കഫൂറിനെ ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അലാവുദ്ദീൻ ഖിൽജി നിയോഗിച്ചു. അലാവുദ്ദീൻ ഖിൽജിയുടെ സേനാനായകനും അടിമയുമായിട്ടുള്ള മാലിക് കഫൂർ അതീവ സമർത്ഥനായിട്ടുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം ദക്ഷിണേന്ത്യയുടെ നേർക്ക് 4 ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത്. ആദ്യം തന്നെ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ദക്ഷിണേന്ത്യയിലെ രാജവംശമായിരുന്ന ദേവഗിരിയിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടു. അതീവ സമ്പത്തിന് ഉടമയായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ദേവഗിരി. അപ്പൊ ദേവഗിരി ആക്രമിച്ചു, അവിടുത്തെ സ്വത്തുകൾ കൊള്ളയടിച്ചു. അതുപോലെ തന്നെ എന്ത് ചെയ്തു? കാക്കതീയ വംശത്തിന് നേരെ ആക്രമണം, വാറങ്കലിലെ കാക്കതീയ വംശത്തിന് നേരെയായിരുന്നു അടുത്ത ആക്രമണം അഴിച്ചുവിട്ടത്. അതുപോലെ ദ്വാരസമുദ്രത്തിലെ വീരബല്ലാളിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയും അദ്ദേഹത്തെ കൊണ്ട് അലാവുദ്ദീൻ ഖിൽജിയുടെ അധീശത്വം അധീനതയിൽ കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. അതായത് അലാവുദ്ദീൻ ഖിൽജിയുടെ മേൽക്കോയ്മ അദ്ദേഹത്തെ കൊണ്ട് അംഗീകരിപ്പിച്ചു.
പിന്നീട് അദ്ദേഹം ചെയ്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാണ്ഡ്യന്മാരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയും അങ്ങനെ പാണ്ഡ്യദേശം കൊള്ളയടിക്കുകയും അതുവഴി രാമേശ്വരം വരെ എന്ത് ചെയ്തു, മാലിക് കഫൂർ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ അളവറ്റ, ഇവിടെ നമുക്കറിയാം ഹൊയ്സാലന്മാർ, കാക്കതീയന്മാർ എന്നൊക്കെ പറയുന്ന ഈ അതിപുരാതന രാജവംശങ്ങളുടെ അളവറ്റ സമ്പത്തുകൾ കൊള്ളയടിച്ചുകൊണ്ട് തൻ്റെ ബോസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉടമസ്ഥന് മുമ്പിൽ കൊണ്ട് ആര് പോയി, മാലിക് കഫൂർ 1311 കൊണ്ട് കാഴ്ചവെക്കുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇന്ത്യ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിന്റെ ഏതാനും ചില ഭാഗങ്ങൾ, ആസാം, കാശ്മീർ, അതുപോലെ തന്നെ ഒറീസ, ദക്ഷിണേന്ത്യയിലെ ചില പ്രദേശങ്ങൾ, രജപുത്താന, ഇത്രയും ഭാഗം ഒഴികെ ബാക്കിയുള്ള ഇന്ത്യ മുഴുവനും, ഇന്നത്തെ ഇന്ത്യയിലെ പഴയ ഇന്ത്യയാണ്, ബാക്കിയുള്ള ഇന്ത്യ മുഴുവനും ആരുടെ അധീനതയിലായിരുന്നു? അലാവുദ്ദീൻ ഖിൽജിയുടെ അധീനതയിലായിരുന്നു. അത്ര വിശാലമായ ഒരു സാമ്രാജ്യത്തിന്റെ അധിപനായി മാറി അലാവുദ്ദീൻ ഖിൽജി. രാജ്യഭരണ കാര്യങ്ങളിൽ വളരെ കർക്കശമായ നിലപാടെടുത്ത വ്യക്തിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. അദ്ദേഹം മതസഹിഷ്ണുതാപരമായിട്ടാണ് അദ്ദേഹം ഭരണം നടത്തിയിരുന്നത്. അതായത് ഹിന്ദുക്കൾക്ക് നേരെ മതത്തിന്റെ പേരിൽ യാതൊരു രീതിയിലുള്ള അക്രമങ്ങളും ആരഴിച്ചുവിട്ടിരുന്നില്ല, അലാവുദ്ദീൻ ഖിൽജി അഴിച്ചുവിട്ടിരുന്നില്ല. ഇനി ഇദ്ദേഹത്തിന്റെ സമയത്ത് മുസ്ലിം മത പണ്ഡിതന്മാരെ ഭരണകാര്യങ്ങളിൽ നിന്നും അലാവുദ്ദീൻ ഖിൽജി ഒഴിവാക്കി നിർത്തിയിരുന്നു. നമ്മുടെ ഇൽത്തുമിഷിന്റെ ഒക്കെ സമയത്ത് മുസ്ലിം മത പണ്ഡിതന്മാർക്ക് രാജഭരണ കാര്യങ്ങളിൽ തനതായിട്ടുള്ള ചില സ്ഥാനങ്ങൾ ഇൽത്തുമിഷ് നൽകിയിരുന്നു. പക്ഷേ ഇവിടെ അലാവുദ്ദീൻ ഖിൽജിയുടെ സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു, മുസ്ലിം മത പണ്ഡിതന്മാരെയൊക്കെ ഭരണകാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി വിട്ടു. അതുപോലെ തന്നെ രാജ്യത്തെ വളരെ പ്രബുദ്ധരായ വിദ്യാഭ്യാസമുള്ള ജനതയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരെ ചേർത്ത് ഒരു സഭയുണ്ടാക്കുകയും രാജ്യഭരണ കാര്യങ്ങളിലും രാജാവിനെ ഉപദേശിക്കാനുള്ള അധികാരം അദ്ദേഹം ആ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം മദ്യപാനം നിയമം വിധേയമാക്കുകയും ചെയ്തു. അലാവുദ്ദീൻ ഖിൽജി ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മദ്യപാനം നിയമവിധേയമാക്കിയ ഡൽഹി സുൽത്താനേറ്റിലെ സുൽത്താനായിരുന്നു ആരെന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജി. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു വലിയ സ്റ്റാൻഡിംഗ് ആർമി, അതായത് ഒരു പെർമനന്റ് സ്റ്റാൻഡിംഗ് ആർമിയെ നിലനിർത്തുന്നതിൽ വിജയിച്ചു. സൈനികർക്ക് അദ്ദേഹം പരിശീലനം കൊടുക്കുകയും അങ്ങനെ സൈനികരെ നിർത്തിപ്പോരുകയും ചെയ്തു. അലാവുദ്ദീൻ ഖിൽജിക്ക് മുമ്പ് ബാൽബൻ ഇതുപോലെ തന്നെ സൈനികർക്ക് അദ്ദേഹം ആവശ്യമായ പരിശീലനം കൊടുത്ത് സൈനികരെ നിലനിർത്തിയിരുന്നു. അതുകൊണ്ട് ബാൽബൻ അറിയപ്പെടുന്ന ഒരു പേരും കൂടിയുണ്ട്. അലാവുദ്ദീൻ ഖിൽജിയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ അത് ബാൽബനാണ് കേട്ടോ. ഏത് അടിമവംശത്തിലെ ബാൽബൻ, ഗിയാസുദ്ദീൻ ബാൽബൻ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി ഒരു സ്റ്റാൻഡിംഗ് ആർമിയെല്ലാം തയ്യാറാക്കി. എന്നിട്ട് ഈ ബാൽബന്റെയൊക്കെ ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരു ആർമിയൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അലാവുദ്ദീൻ ഖിൽജി ഇവർക്ക് കരം ഒഴിവായിട്ട് ഭൂമി പതിച്ചു കൊടുക്കുന്ന രീതി മാറ്റിയിട്ട് അവർക്ക് സാലറി, ശമ്പളം കൊടുക്കുന്ന ഒരു രീതി ആര് കൊണ്ടുവന്നു? നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി നടപ്പിലാക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു കാര്യമായിരുന്നു കമ്പോള നിയമം. കമ്പോള നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവശ്യ സാധനങ്ങളുടെ വില കുറച്ചുകൊണ്ട് എല്ലാവർക്കും എന്താ പറയുന്നത്, നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് താഴ്ന്ന ജീവിത നിലവാര സൂചികയിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി. അപ്പൊ എന്ത് ചെയ്തു, തുച്ഛമായ വരുമാനം കിട്ടുന്നവനും വളരെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തക്ക രീതിയിൽ അദ്ദേഹം സാധനങ്ങളുടെ വിലകൾ കുറച്ചു. ഇനി ഇദ്ദേഹം നിശ്ചയിച്ച രീതിയിൽ അല്ലാതെ സാധനങ്ങൾ വിൽക്കുകയോ പൂഴ്ത്തിവെക്കുകയോ കരിഞ്ചന്ത നടത്തുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് തക്കതായ ശിക്ഷയും അലാവുദ്ദീൻ ഖിൽജി നടപ്പിലാക്കി. അതുപോലെ തന്നെ അളവ് തൂക്ക സമ്പ്രദായം ഇത് മുദ്ര വച്ചതാക്കിയത് അലാവുദ്ദീൻ ഖിൽജിയാണ്. പിന്നെ ഒട്ടകങ്ങളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായം നടപ്പിലാക്കുവാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെ ഒരുപാട് രാജ്യത്തെ അദ്ദേഹത്തിന് ജനതയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും അലാവുദ്ദീൻ ഖിൽജി പ്രോത്സാഹിപ്പിച്ചിരുന്നു. അവരുടെ സാഹിത്യ കൃതികൾക്ക് അലാവുദ്ദീൻ ഖിൽജി പ്രോത്സാഹനം കൊടുക്കുകയും അതോടൊപ്പം അദ്ദേഹം ആസ്വദിക്കുകയും ചെയ്തിരുന്നു. അലാവുദ്ദീൻ ഖിൽജിയുടെ സദസ്സിൽ പണ്ഡിതരായിട്ടുള്ള അനേകം കലാകാരന്മാര്, സാഹിത്യകാരന്മാരും ഒക്കെ അദ്ദേഹത്തിന്റെ സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സദസ്സിൽ പ്രമുഖനായിട്ടുള്ള വ്യക്തിയായിരുന്നു ആര്? അമീർ ഖുസ്രു. അപ്പൊ നിങ്ങൾ ചോദിക്കും, കഴിഞ്ഞ ദിവസം ബാൽബൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞില്ലേന്ന്? യെസ്, ഞാൻ പറഞ്ഞായിരുന്നു. ബാൽബന്റെ സദസ്സിലെ അംഗം കൂടിയായിരുന്നു ആര്? അമീർ ഖുസ്രു. അപ്പൊ അലാവുദ്ദീൻ ഖിൽജിയുടെ സദസ്സിലെ വളരെ പ്രഗത്ഭനായ അംഗവും കൂടിയായിരുന്നു ആര്? അമീർ ഖുസ്രു. പാരറ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ തത്ത എന്നറിയുന്ന അമീർ ഖുസ്രു ഇദ്ദേഹത്തിന്റെ സദസ്യനായിരുന്നു. അതുപോലെ തന്നെ അലാവുദ്ദീൻ ഖിൽജി നമുക്കറിയാം ദക്ഷിണേന്ത്യയിലേക്ക് മുസ്ലിം ഭരണത്തിനായിട്ട് ദക്ഷിണേന്ത്യയുടെ കവാടം മലർക്കെ തുറന്നിട്ട ഭരണാധികാരി എന്നറിയപ്പെടുന്നത് അലാവുദ്ദീൻ ഖിൽജി
ഖിൽജിയാണ്. അതുകൊണ്ട് അലാവുദ്ദീൻ ഖിൽജി അറിയപ്പെടുന്ന പേരാണ് മുസ്ലിം ഇന്ത്യയുടെ സമുദ്രഗുപ്തൻ. അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, മുസ്ലിം ഇന്ത്യയുടെ സമുദ്രഗുപ്തൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് അലാവുദ്ദീൻ ഖിൽജി തന്നെയാണ്. ഹിന്ദു രാജകുമാരിയെ വിവാഹം കഴിച്ച ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി കൂടിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. ഒരുപക്ഷെ നിങ്ങൾ റാണി പത്മിനിയുടെ കഥ കേട്ടിട്ടുണ്ടാവാം അല്ലെ? റാണി പത്മിനിയും അലാവുദ്ദീൻ ഖിൽജിയും തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറി. പക്ഷെ മാരി ചെയ്യുന്നില്ല. എന്താ ചെയ്യുന്നത്? അലാവുദ്ദീൻ ഖിൽജിയാൽ പിടിക്കപ്പെടും. അതിന് മുമ്പിൽ കുറെ കഥകളൊക്കെ ഉണ്ട്. അലാവുദ്ദീൻ ഖിൽജിയാൽ പിടിക്കപ്പെടും എന്ന് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യുവാണ്? റാണി പത്മിനി അവരെന്ത് ചെയ്യുവാണ്? തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ? പിന്നെ അതല്ലാതെ നമുക്കറിയാവുന്നത് അലാവുദ്ദീൻ ഖിൽജി വിവാഹം കഴിച്ച ആദ്യത്തെ ഹിന്ദു പ്രിൻസസ് ആണ് കമലാദേവി. ഓക്കെ, കമലാദേവിയും അലാവുദ്ദീൻ ഖിൽജിയും തമ്മിലുള്ള മാരേജ് ആണ് എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ നമുക്ക് പറയാം ഒരു ഹിന്ദു പ്രിൻസസും അതുപോലെ തന്നെ മുസ്ലിം സുൽത്താനും തമ്മിലുള്ള ആദ്യത്തെ വിവാഹം എന്ന് പറയുന്നത്. അലാവുദ്ദീൻ ഖിൽജിയുടെ സമയത്ത് അദ്ദേഹം സിരി എന്ന് പറയുന്ന വളരെ ഭംഗിയുള്ള ഒരു പട്ടണം നിർമ്മിക്കുകയും ചെയ്തു. ഈ സിരിക്ക് ഒരു കവാടം അദ്ദേഹം നിർമ്മിച്ചു. സിരിയുടെ കവാടം അറിയപ്പെടുന്ന പേരാണിത് അലൈ ദർവാസ. ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്ന നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അലൈ ദർവാസ എന്ന് പറയുന്ന കവാടം അദ്ദേഹം സ്ഥാപിച്ച സിറ്റി ആയിട്ടുള്ള സിരിക്ക് അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. ഓക്കെ, എനിവേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്ന സമയത്താണ് അലാവുദ്ദീൻ ഖിൽജിയുടെ അവസാന സമയം എടുക്കുന്നു. അലാവുദ്ദീൻ ഖിൽജി മരിക്കുന്നു. അപ്പൊ അലാവുദ്ദീൻ ഖിൽജി മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വിശ്വസ്ത സേനാ നായകനായ മാലിക് കഫൂർ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ മാലിക് കഫൂറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അലാവുദ്ദീൻ ഖിൽജിയുടെ പുത്രനായിട്ടുള്ള കുത്തബുദ്ദീൻ മുബാറക് ഷാ, ഓക്കെ, അലാവുദ്ദീൻ ഖിൽജിയുടെ പുത്രനാണ് മുബാറക് ഷാ എന്ന് ഓർത്താൽ മതി. കുത്തബുദ്ദീൻ മുബാറക് ഷാ എന്ത് ചെയ്തു? അലാവുദ്ദീൻ ഖിൽജിയുടെ സേനാ നായകനായ മാലിക് കഫൂറിനെ പരാജയപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുബാറക് ഷായുടെ വിശ്വസ്തനായിരുന്ന ഖുസ്രു ഖാൻ മുബാറക് ഷായെ വധിക്കുന്നു. ആ വർഷം തന്നെ എന്ത് ചെയ്തു? ഖുസ്രു ഖാനെ ഗിയാസുദ്ദീൻ തുഗ്ലക്ക് എന്താ പറയുക വധിക്കുകയും ചെയ്തു. അങ്ങനെ ഗിയാസുദ്ദീൻ തുഗ്ലക്ക് എന്ത് ചെയ്തു? ഖിൽജി വംശം അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ പുതിയൊരു രാജവംശം കൊണ്ടുവന്നു. അതാണ് ഇത് തുഗ്ലക്ക് രാജവംശം. ക്ലിയർ അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയേ. ഖിൽജി രാജവംശത്തിലെ ആദ്യത്തെ സുൽത്താൻ ജലാലുദ്ദീൻ ഖിൽജി. ഖിൽജി വംശത്തിലെ അവസാനത്തെ സുൽത്താൻ മുബാറക് ഷാ ഖിൽജി. അത് അലാവുദ്ദീൻ ഖിൽജിയുടെ പുത്രനാണ്. ഈ മുബാറക് ഷായെ കൊല്ലുന്നത് ഖുസ്രു ഖാനാണ്. അത് മുബാറക് ഷായുടെ വിശ്വസ്തനാണ്. ഓക്കെ, ഇനി ഖുസ്രു ഖാനെ കൊന്നതാരാ? ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. അപ്പൊ ഗിയാസുദ്ദീൻ തുഗ്ലക്ക് മുതലുള്ള തുഗ്ലക്ക് ഡൈനാസ്റ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇതിന്റെ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഈ ചോദ്യങ്ങൾ നോക്കിക്കേ. ഖിൽജി വംശത്തിന്റെ സ്ഥാപകനാണ് ജലാലുദ്ദീൻ ഖിൽജി. ഞാൻ പറഞ്ഞു ജലാലുദ്ദീൻ ഖിൽജിയുടെ ഏർലിയർ നെയിം എന്തായിരുന്നു? മാലിക് ഫിറോസ്. ഓക്കെ, മാലിക് ഫിറോസ് എന്നുള്ളതായിരുന്നു ജലാലുദ്ദീൻ ഖിൽജിയുടെ ഏർലിയർ നെയിം. ഖിൽജി വംശത്തിലെ ശക്തനായ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജി. ഏറ്റവും വിശാലമായ സാമ്രാജ്യത്തിന്റെ അധിപനായ ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി. നമ്മൾ കണ്ടു രാജ്യവിസ്തൃതി എന്തുണ്ടെന്നുള്ളത് അല്ലെ? അപ്പൊ ഏറ്റവും വിശാലമായ സാമ്രാജ്യത്തിന്റെ അധിപനായ ഡൽഹി സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി. ഇന്ത്യയിൽ തപാൽ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ തപാൽ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഡൽഹി സുൽത്താനേറ്റിലെ ഭരണാധികാരിയാണ് ആര്? അലാവുദ്ദീൻ ഖിൽജി. ആദ്യമായി സൈന്യത്തിന് ശമ്പളം നൽകി തുടങ്ങിയ ഡൽഹി സുൽത്താനേറ്റിലെ സുൽത്താനാണ് ആര്? അലാവുദ്ദീൻ ഖിൽജി. അതിനു മുമ്പ് സൈന്യത്തിന് നൽകിക്കൊണ്ടിരുന്ന ജാഗീറാണ്. ജാഗീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരം ഒഴിവ് ചെയ്തെന്ത് ചെയ്യും? ഭൂമി സൈന്യാധിപന്മാർക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ അവർക്ക് വരുമാനം എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ അവരത് എന്താ പറയുന്നത് കർഷകർക്കൊക്കെ കൊടുത്തിട്ട് അതിൽ നിന്ന് വാങ്ങുന്ന എന്താ പറയുന്നത് റവന്യൂ ഇല്ല, അതൊക്കെയായിരുന്നു ടാക്സ് കളക്ട് ചെയ്താണ് അവരെടുത്തിരുന്നത്. അങ്ങനെ ജാഗീറാണ് അതിനു മുമ്പ് സൈന്യത്തിന് നൽകിക്കൊണ്ടിരുന്നത്. അപ്പൊ അലാവുദ്ദീൻ ഖിൽജിയുടെ കാലം തൊട്ടാണ് ഇത് സൈന്യത്തിന് ജാഗീർ മാറ്റിയിട്ട് ശമ്പളം കൊടുക്കാനായിട്ട് തുടങ്ങിയത്. നെക്സ്റ്റ്, ആദ്യമായി സൈന്യത്തിന് ശമ്പളം നൽകി തുടങ്ങിയത് അലാവുദ്ദീൻ ഖിൽജി. കമ്പോള നിയന്ത്രണം നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി. ദക്ഷിണേന്ത്യ ആക്രമിച്ച ആദ്യ ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി. അല്ലെങ്കിൽ ദക്ഷിണേന്ത്യ ആക്രമിച്ച ആദ്യ മുസ്ലിം ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജി. രണ്ടാം അലക്സാണ്ടർ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജി. ഇദ്ദേഹം രണ്ടാം അലക്സാണ്ടർ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് എന്താ പറയുന്നത് ഒരു വേൾഡ് കോൺകസ്റ്റ് അതായിരുന്നു. ഹി ഹാഡ് എ ഡ്രീം ഓഫ് വേൾഡ് കോൺകസ്റ്റ്. ലോകം മുഴുവൻ കീഴടക്കുക എന്നുള്ളതായിരുന്നു അലാവുദ്ദീൻ ഖിൽജിയുടെ അതിതീവ്രമായ ആഗ്രഹം. അതുകൊണ്ട് സ്വയം അദ്ദേഹം വിശേഷിപ്പിച്ചതാണ് സെക്കൻഡ് അലക്സാണ്ടർ. മുസ്ലിം ഇന്ത്യയിലെ സമുദ്രഗുപ്തൻ എന്നറിയപ്പെട്ടിരുന്നത് അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയുടെ യഥാർത്ഥ പേര് അലി ഗുരുഷ. ഓക്കെ, അലി ഗുരുഷ എന്നുള്ളതാണ് അലാവുദ്ദീൻ ഖിൽജിയുടെ യഥാർത്ഥ പേര്.
ഇത് പഠിക്കണം. ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. ഏറ്റവും കൂടുതൽ കാലം ഖിൽജി വംശം ഭരിച്ച സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ കാലം ഖിൽജി രാജവംശം ഭരിച്ച സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി. സിക്കന്ദർ ഈ സനി, അത് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക സിക്കന്ദർ ഈ സനി എന്നറിയപ്പെടുന്ന. സിക്കന്ദർ ഈ സനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്കന്ദർ ഈ സനി, സെക്കൻഡ് അലക്സാണ്ടർ എന്നാണ് അറിയാമെന്ന്. അലാവുദ്ദീൻ ഖിൽജി. ഇന്ത്യയിൽ ആദ്യമായി ഹിന്ദു രാജകുമാരിയെ വിവാഹം കഴിച്ച മുസ്ലിം ഭരണാധികാരി. ഇന്ത്യയിൽ ആദ്യമായി ഹിന്ദു രാജകുമാരിയെ വിവാഹം കഴിച്ച ആദ്യ മുസ്ലിം ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. ദെൻ മാലിക് മുഹമ്മദ് ജയ്സയുടെ പത്മാവതിലെ പ്രധാന കഥാപാത്രമായ സുൽത്താൻ. പത്മാവത് നിങ്ങൾക്കറിയാം, പത്മാവത് എഴുതിയിരിക്കുന്നത് മാലിക് മുഹമ്മദ് ജയ്സ എന്ന് പറയുന്ന കവിയാണ്. അപ്പൊ മാലിക് മുഹമ്മദ് ജയ്സയുടെ പത്മാവതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. റാണി പത്മിനിയും അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പൊ അതിലെ കഥാപാത്രമായ ഡൽഹി സുൽത്താൻ ചോദിച്ചാൽ ആരാണ്? അലാവുദ്ദീൻ ഖിൽജി. മദ്യം നിരോധിച്ച ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി. ജമീന്ദാരി സംവിധാനം നിർത്തലാക്കിയ സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയുടെ സമയത്ത് അദ്ദേഹം ജമീന്ദാരി സിസ്റ്റം, നമുക്കറിയാം ഇടനിലക്കാര് നിന്നിട്ട് ടാക്സ് കളക്ട് ചെയ്യും, അതിന് ഇത്ര ഭാഗം ജമീന്ദാഴ്സ് എടുക്കും, ബാക്കി എന്ത് ചെയ്യും? ട്രഷറിയിലേക്ക് അടയ്ക്കും. ആ ഒരു സിസ്റ്റമാണ് അല്ലെ ജമീന്ദാരി സിസ്റ്റം. അത് മാറ്റിയിട്ട് കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കാൻ വേണ്ടി അദ്ദേഹം ആമീൽമാരെ നിയമിച്ചു. ഓക്കെ, അതാണ് ജമീന്ദാരി സിസ്റ്റം നിർത്തലാക്കിയ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജി. കന്നുകാലികൾക്ക് മേൽ നികുതി ചുമത്തിയ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി നിർമ്മിച്ച പട്ടണം സിരി. ചോദിച്ചേക്കാം. സിരിയുടെ കവാടം, ഗേറ്റ് വേ ഓഫ് സിരി എന്നറിയപ്പെടുന്നതാണ് എന്താ? അലൈ ദർവാസ. നെക്സ്റ്റ്, അലാവുദ്ദീൻ ഖിൽജിയുടെ സദസ്സിലെ ഉറുദു കവി അമീർ ഖുസ്രു. അപ്പൊ ഓർത്തേക്കണം, ബാൽബണ്ട സദസ്സിൽ ആരുണ്ടായിരുന്നു? അമീർ ഖുസ്രു ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്നത് അമീർ ഖുസ്രു. ഉറുദു ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അമീർ ഖുസ്രു. സിത്താർ, തബല എന്നിങ്ങനെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കണ്ടുപിടിച്ചത് ആരാണ്? അമീർ ഖുസ്രു ആണ്. ഇത്രയും പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കണം. ലൈല, മജ്നു, തുഗ്ലക് നാമ എന്നീ കൃതികൾ രചിച്ചത് അമീർ ഖുസ്രു. കുത്തബ് മിനാറിന്റെ കവാടം അറിയപ്പെടുന്ന പേര് അലൈ ദർവാസ. എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ തെറ്റിച്ചെന്ന് തോന്നുന്നു, സിരിയുടെ കവാടം എന്ന് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. ഓക്കെ, അത് വെട്ടിയേരെ അവിടെ ഇത് എഴുതി വെക്കുക. കുത്തബ് മിനാറിന്റെ കവാടം, കുത്തബ് മിനാറിന്റെ കവാടമാണ് അലൈ ദർവാസ. ഖിൽജി വംശത്തിലെ അവസാന ഭരണാധികാരി മുബാറക് ഷാ ഖിൽജി. മുബാറക് ഷാ ഖിൽജിയെ വധിച്ചത് ഖുസ്രു ഖാൻ. അപ്പൊ ഒരു കാര്യം ഓർത്തേക്കണം, നമ്മുടെ അലാവുദ്ദീൻ ഖിൽജിയെ വധിച്ചത് ആരാന്നെങ്ങാനും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മാലിക് കഫൂറിന് എഴുതി വെക്കണം. കാരണം പല രീതിയിൽ പറയുന്നുണ്ട്. അലാവുദ്ദീൻ ഖിൽജി മരിച്ചതാണെന്നും പറയുന്നുണ്ട്. അലാവുദ്ദീൻ ഖിൽജിയെ മാലിക് കഫൂർ അദ്ദേഹം പ്രായമായിട്ട് കിടപ്പിലായ സമയത്ത് വിഷം കൊടുത്ത് കൊന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. സത്യം ഏതാണെന്ന് നമുക്കറിയില്ല അല്ലെ, ഹിസ്റ്ററി അല്ലേ. മുബാറക് ഷാ ഖിൽജിയെ വധിച്ചത് ഖുസ്രു ഖാനാണ്. ഖുസ്രു ഖാനെ കൊലപ്പെടുത്തിയത് ഗസ്നി മാലിക. ഈ ഗസ്നി മാലിക്കാണ് പിന്നീട് എന്തറിയപ്പെടുന്നത്? ഗിയാസുദ്ദീൻ തുഗ്ലക് എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഗസ്നി മാലിക് അറിയപ്പെടുന്ന പേരാണ്. തുഗ്ലക് ഡൈനാസ്റ്റി സ്ഥാപിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഖിൽജി വംശത്തിൽ പഠിച്ചത്. ഇത് നല്ലതുപോലെ പഠിക്കുക. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ അടിമ വംശമൊക്കെ നല്ലപോലെ പഠിച്ച്, അതേപോലെ മുഗൾ ഡൈനാസ്റ്റി എല്ലാം പഠിച്ചതിന് ശേഷം നമുക്ക് ഒരു റിവൈസ്, അതായത് ഒന്ന് റിവിഷൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്